ഇപ്പോൾ വിജയ് ചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റും കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ മഴക്കാലത്തേക്ക് മഴക്കാലത്ത് നിന്ന് തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്ന് ഒതുങ്ങിയിട്ട് എല്ലാവരും ഡേറ്റ് നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് പറയാം അപ്പം ഞങ്ങൾ ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച് ഫ്രീ ആയിട്ട് ലൊക്കേഷൻ ഒക്കെ തരാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണും ഇത്രയും ആർട്ടിസ്റ്റുകള് കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് മിഥുൻ എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിന്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിന്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. മിഥുൻ, ആ ഷൂട്ടിംഗ് സമയത്ത് സർദാർ ഷമീറിന്റെ ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള സീനുകൾ, അങ്ങനെ കുറെ സീനുകളുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് മിഥുൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു അനുഭവമായിരിക്കും ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് സീനുകളുടെ എല്ലാം ഉണ്ടാവും. അതിലേതായിരിക്കും? എനിക്ക് കൊഞ്ഞനം കുത്തുന്ന സീൻ കുറേ ദിവസമായി പറയാൻ പറ്റില്ല, സ്പോയിലറാണ്. എനിവേസ് 2-3 ദിവസങ്ങളായി ഷൂട്ട് ചെയ്താണെങ്കിൽ ഞാനതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിരുന്നു ഇതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്ലാബ് സ്റ്റിക്ക് പീക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഇപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഞാനിങ്ങനെ പറയുന്നത് വിനായകൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പം തമിഴന്മാരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരുടെ സിനിമയിലെ കൊടൂര വില്ലനായ വർമ്മൻ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും? പുള്ളി തന്നെ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ, നമ്മൾ ധൈര്യമായിട്ട് അടിച്ചു, ഇനി ഒന്നും നോക്കണ്ട. സൈജുവേട്ടനോട് ഞാൻ ഒരു ഫുട്ടേജ് കാണിച്ചു കൊടുക്കും, വിനായകൻ അസലായിട്ട് ചെയ്തിട്ടുണ്ട്, വിട്ടു കൊടുക്കരുത്. അപ്പോൾ സൈജുവേട്ടൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കുക. അപ്പം ഒരു സ്ലാബ് സ്റ്റിക് കോമഡി എന്ന് പറയുന്ന ഒരു സിനിമയിലെ അങ്ങനത്തെ ഒരു രംഗം അത് ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒരു രംഗമാണ്. പിന്നെ അടുത്ത ജേട്ടൻ്റെ കൗണ്ടർ ഞാൻ സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമയിലെ രംഗങ്ങൾക്കൊക്കെ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പടനായകൻ കോമൻ ഗ്രൂപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇനി ആളുകൾ കാണാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ നമ്മുടെ അലയ ബോൺ, ലാറയും കസാൻഡ്രയും 2 ടൈം ലൈനുകളിൽ ആൾക്കാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കിട്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. ആ 2 രംഗങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് മൊമെന്റുകൾ. അതുപോലെ ഇന്ദ്രസേട്ടൻ്റെ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, ഒരു മിറർ ഷോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഒരുപാട് ചിരികളോടെയും ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. ഞാനിങ്ങനെ ഇവർ പെർഫോം ചെയ്യുമ്പം നമുക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോണേന്ന്. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ രംഗങ്ങളിൽ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പം ചിരി വന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും, ഇവർ ചിരിക്കുന്നുണ്ടോ, യൂണിറ്റിലെ ചേട്ടന്മാരുടെയും നമ്മുടെ ക്രെയിനിലെ ജിബിലെ ആൾക്കാരൊക്കെ നോക്കിയാൽ മതി. ആ ഹ്യൂമർ അവർ കഥ അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവുമോ ഇല്ലയോ. അപ്പം ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, കുറച്ചധികം രംഗങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ.